മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ന് ഭാരതത്തിൽ എത്തിക്കും. ഉച്ചയോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ പാലം വിമാനത്താവളത്തിലാകും റാണയെ എത്തിക്കുക. തുടർന്ന് NIA ആസ്ഥാനത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി ചോദ്യം ചെയ്യും. അതിനിടെ റാണയ്ക്കെതിരായ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നരേന്ദ്ര മനിനെ നിയമിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമ നടപടികൾ വേഗത്തിലാക്കാനാണ് നീക്കം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം ആനന്ദനാരായണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, തഹാവൂർ റാണയെ ഇന്ന് ഭാരതത്തിലേക്ക് ഉച്ചയോടുകൂടി എത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ പാലം വിമാനത്താവളത്തിലാകും റാണയെ ഉച്ചയോടെ എത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. നിഖില, ഇന്നലെ ഇന്ത്യൻ സമയം ഇന്നലെ വൈകുന്നേരം 7 മണിക്കാണ് അമേരിക്കയിൽ നിന്നും ഈ വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി ഈ ഡൽഹിയിലേക്ക് ഈ വിമാനം എത്തിച്ചേരണം. ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘമാണ് ഈ തഹാവൂർ റാണ എന്ന കൊടും ഭീകരനെയും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡൽഹിയിലെ ആസ്ഥാനത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് ഇയാളെ ഇന്നിപ്പോൾ ഈ തഹാവൂർ റാണയെ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാകും ആദ്യഘട്ടത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നത്. കാരണം നിരവധി കാര്യങ്ങൾ ഈ ഭീകരരിൽ നിന്നും അന്വേഷിച്ച് അറിയേണ്ടതുണ്ട്. 2008 മുംബൈയിൽ നടത്തിയ ഭീകരാക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനാണ് തഹാവൂർ റാണ എന്നത്. അതിനാൽ ഡൽഹിയിലെ ഈ പാലം വിമാനത്താവളത്തിൽ നിന്നും നേരെ ഒരുപക്ഷെ ഈ പിന്നിൽ കാണുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA ഡൽഹിയിലെ ആസ്ഥാനത്തേക്കാകും ഈ തഹാവൂർ റാണയെ എത്തിക്കുക. ഇവിടെ വെച്ചാകും വിശദമായ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഒപ്പം രാജ്യത്തേക്ക് എത്തിക്കുന്ന ഒരു കുറ്റവാളി എന്ന നിലയിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഡൽഹി പട്യാല കോടതിയിലാകും ഇയാളെ ഹാജരാക്കുക. അത് ഓൺലൈൻ മാർഗമുള്ള കോടതി നടപടിയാകുമോ അതല്ലെങ്കിൽ നേരിട്ട് ഈ കോടതി വളപ്പിലേക്ക് ഇയാളെ കൊണ്ടുവരുമോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിരിക്കുന്നു. ഞാൻ നിൽക്കുന്ന ഈ NIA ആസ്ഥാനത്തിന് മുന്നിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട റോഡാണ്. അതായത് സാധാരണയായി ഇതുവഴി തുടർച്ചയായി വാഹനങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട റോഡ് മുഴുവൻ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഡൽഹി പോലീസിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത്. ബാരിക്കേഡുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ പൂർണ്ണമായി തന്നെ നിയന്ത്രിച്ചിരിക്കുന്നു. അതായത് വലിയ സുരക്ഷ ഈ ഭീകരനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഒരുക്കുന്നു. പ്രത്യേകിച്ച് പട്യാല കോടതി വളപ്പിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തുമെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ കാരണം എന്നത് ഈ ഭീകരനെ കൊണ്ടുവരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് വിചാരണയെ ഉൾപ്പെടെ ബാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനെ ഒരു രീതിയിലും അംഗീകരിക്കാതെ കോടതി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ അമേരിക്കയിലെ US-ന്റെ സുപ്രീം കോടതിയെ വരെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഹർജിയിൽ ഈ കൊടും ഭീകരനായ തഹാവൂർ ഹുസൈൻ റാണ ചൂണ്ടിക്കാണിച്ചത് തന്നെ ഇന്ത്യയിലേക്ക് താൻ എത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻകാരനായതുകൊണ്ടും ഒരു പാകിസ്ഥാൻ മുസ്ലിം ആയതുകൊണ്ടും തന്നെ വളരെ മോശമായാകും ട്രീറ്റ് ചെയ്യുക എന്നതായിരുന്നു ഈ US സുപ്രീം കോടതിയിൽ തഹാവൂർ റാണയെ നൽകിയ ഹർജിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആ ഹർജി സുപ്രീം കോടതി തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇപ്പോൾ NIA ഉദ്യോഗസ്ഥർ ഇയാളെയും വഹിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതിനാൽ ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിലുള്ള മോശം അനുഭവം ഇയാളെ കൊണ്ടുവരുന്ന വഴിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങളോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം സ്വാഭാവികമായും ഇയാൾ മുന്നോട്ട് വെക്കുന്ന ക്ലെയിമിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാകും. ഈ ഒരു സാഹചര്യത്തിലാണ് കനത്ത സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു രീതിയിലുമുള്ള പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വഴി ക്ലിയർ ചെയ്തുകൊണ്ട് ഈ എയർപോർട്ടിൽ നിന്നും നേരെ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കുവാനാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. നിഖിൽ, ഒപ്പം തന്നെ ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം ഇയാളെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിഖിലെ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ആദ്യം ഇയാളെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതൊരു വലിയ ടാസ്കിന്റെ വിജയമാണ് ഈ കൊടും ഭീകരനെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുന്നത്. കാരണം വർഷങ്ങളായി ഇയാളെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇനിയും തെളിയിക്കപ്പെടേണ്ടതായ നിരവധി വിഷയങ്ങളുണ്ട്. 2008 മുംബൈ ഭീകരാക്രമണം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. ഭാരതത്തിന്റെ
ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും മുകളിൽ ഭീകരവാദികൾ ഉയർത്തിയ വലിയ ഭീഷണിയായിരുന്നു. പക്ഷേ ആ സമയത്ത് രാജ്യത്ത് അധികാരത്തിലിരുന്ന ഭരണകൂടത്തിന് അതിന് കൃത്യമായ മറുപടി നൽകുവാനോ ഒരു ശക്തമായ തിരിച്ചടി നൽകുവാനോ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അജ്മൽ കസബിനെ തൂക്കിലേറ്റിയത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ മുംബൈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ആളുകൾ സ്വൈര്യവിഹാരം നടത്തുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഇപ്പോഴും അവർ തുടരുകയാണ്. അതിനാൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും തെളിയിക്കപ്പെടേണ്ട വിവിധ വിഷയങ്ങളുണ്ട്. അതിലൊന്ന് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം മുംബൈ ഭീകരാക്രമണത്തിൽ ISIക്കുള്ള പങ്ക് സംബന്ധിച്ച് അതിൻ്റെ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അതിനകത്ത് കൃത്യമായ കരുക്കൾ നീക്കിയത് എന്നതിനെപ്പറ്റി അറിയണം. അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരർ ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് രീതിയിലാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നതിനെപ്പറ്റി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെപ്പറ്റി ഈ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ഏതൊക്കെ രീതിയിലുള്ള ഓപ്പറേഷനുകൾ നടത്തി എന്നതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. അതിനാലാണ് ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവർ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യാനായി ഒരുങ്ങുന്നത് ഇപ്പോൾ. ശരി ഗൗതം.